അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ കണ്ട് എന്നാ ഈ സാധനം കാണിച്ചു തരാം. നോക്ക്, ഇതവൻ്റെ കൈ കിട്ടുന്ന മുത്തിൻ്റെ ഒരു ഈവ് ലൈവ് ബ്രേസ്ലെറ്റാണ്. ടോയിൻ എങ്ങനെ ചൂണ്ടക്കുളത്തിന് ടോയിൻ വെച്ചാണ് നമ്മളിതൊക്കെ കെട്ടിക്കൊടുക്കുന്നത്. ആർക്കും കടിച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല. ആ സാധനം ഇവൻ്റെ കടിച്ച് പൊട്ടിച്ച് വിഴുങ്ങി. നോക്കിയപ്പോൾ ഉണ്ട് 30 മുത്തുണ്ടായിരുന്നു. അതിൽ 18 16 കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള മുത്തൊന്നും കാണുന്നില്ല. ഇവൻ വിഴുങ്ങിന്ന് ഉറപ്പായി ഞങ്ങൾക്ക്. അതിനെ പേടിച്ചുള്ള ഓടുന്ന ഓട്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തീ തിന്നുക എന്നുള്ള ഭാഗം കേട്ടിട്ട് മാത്രമേ ഉള്ളെങ്കിലും ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അനുഭവിക്കേണ്ടിയും വരും. വന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞു നമുക്ക് എക്സ്റേ ചെക്ക് ചെയ്യണം. കാരണം എയർവേസിലൊന്നും ശ്വാസകോശം ലങ്സിലൊന്നും ഈ മുത്ത് കയറിയിട്ടില്ല എന്ന് ഉറപ്പാക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ, ഒരു എക്സ്റേ എടുക്കാൻ നിൽക്കും, അവന് 100 വഴക്ക്. ഞാൻ എടുത്തുകൊണ്ട് പിന്നെയും പുറത്തേക്ക് പോകും. രണ്ടാമത് എക്സ്റേ എടുക്കാൻ വരും, അവൻ വീണ്ടും വഴക്ക്. അപ്പോൾ അവൻ്റെ അമ്മ എടുത്ത് പുറത്തേക്ക് പോകും. അങ്ങനെ അവസാനം എക്സ്റേ കിട്ടി. അപ്പോൾ ഇതിലെ ഒഫീഷ്യൽ MBBS പഠിച്ചതിൻ്റെ ഗുണം കാണിക്കുന്നു. MBBS മീൻസ് മുറിവൈദ്യം ബിസിനസ് ആക്കിയ ബഡാ സാബ്. അതിലെ പാഠം നമ്പർ 1 എടുത്ത എക്സ്റേ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്ത ആളുടെ ദേഹവുമായിട്ട് ചേർത്ത് നോക്കുക. തുണി വെക്കുന്ന പോലെ കറക്റ്റ് ആണെങ്കിൽ എക്സ്റേയും കറക്റ്റ്. എന്തായാലും മേപ്പോട്ട് നോക്കിയെന്ന് ചെയ്തുമ്പോൾ ഒരു നല്ല ന്യൂസ് കേട്ടാണ് ദീർഘനിശ്വാസം ഇടുന്നത്. കാരണം ഡോക്ടർ ഒന്ന് പറഞ്ഞു കുഴപ്പങ്ങളൊന്നുമില്ല, അവൻ്റെ എയർവേ ക്ലിയർ ആണ്, മുത്തൊക്കെ നേരെ വിഴുങ്ങി വയറ്റിലോട്ടാണ് പോയേക്കുന്നത്. എന്തായാലും മുത്തുണ്ട് കിട്ടാ. ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം, ഈ വീഡിയോ ഇവൻ വലുതാകുമ്പോൾ കാണണം. കാണ്ട് ഇറങ്ങി വരുന്നുണ്ടോ? അയ്യോ, ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ വാങ്ങിച്ചിട്ട് വരുന്ന പോലല്ലേ. ഓഹോ, കണ്ടാ പറയുമോ ഇത്രയും നല്ല അമ്പൂറ്റി കുഞ്ഞ് ഇത്ര അഴുക്കച്ചരം കാണിക്കുമെന്ന്. എന്തൊക്കെയായാലും ഇനി ഈ സാധനം മേലെ ഇട്ട് കൊടുക്കൂല. നിങ്ങളും കൊടുക്കരുത് കേട്ടാ. അഥവാ ഇട്ട് കൊടുത്താൽ പോലും വല്ല വടവും വെച്ച് കെട്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതുങ്ങളൊക്കെ കടിച്ച് പൊട്ടിക്കുമത്. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് സാർ ഇവരുടെയൊക്കെ ലെവൽ. ആ ചിരി കണ്ടോ സാറേ, എല്ലാം ഒപ്പിച്ചിട്ട് കള്ളച്ചക്കൻ. ഞാൻ എന്നെ വഴക്ക് പറയാണ്ടിരിക്കാൻ എനിക്ക് അപ്പം തന്നെ ഒരു ഉമ്മ വെച്ച് തന്നവൻ. എല്ലാ തന്ത്രങ്ങളും അറിയാം. എന്നിട്ട് അവൻ എന്നെ കടിക്കാൻ വരും. കണ്ട ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള പള്ളി വരെ ഒന്ന് പോയി ഒരു മാലിടാന്ന് വിചാരിച്ചു. ആ ചിരി കണ്ട പറയുമോ ഇത്രയൊക്കെ ഒപ്പിച്ചു ഞങ്ങളെ തീ ഇടിച്ചേർക്കാനാണ് നിൽക്കുന്നതെന്ന്. അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ.